ഒരു ക്വിക്ക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആൻഡ് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നമ്മൾ ക്യാരറ്റും ബീൻസും ഇതേപോലെ കരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആൻഡ് ഇത് ഒരു ഓപ്ഷണൽ ഐറ്റം ആണ്, അതായത് ഗ്രീൻ പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ. ആൻഡ് അതിനുശേഷം ഞാൻ നമ്മുടെ സവാള ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. ആൻഡ് സൈഡിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് 2 കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മുട്ടയുടെ കൗണ്ട്. ആൻഡ് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ആൻഡ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നോർമലി ചിക്കൻ മസാല അതേപോലെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ആൻഡ് 95% കുക്ക്ഡ് ആയിട്ടുള്ള ബസ്മതി റൈസ് ആണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് ബസ്മതി റൈസ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അതിനുശേഷം നമുക്ക് സോയാ സോസ് ആണ് വേണ്ടത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒപ്പം തന്നെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ ആണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെപ്പർ, അതായത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്യുക ആൻഡ് സെർവ് ചെയ്യുക. ടേസ്റ്റിയാണ് ഗൈസ്, ട്രസ്റ്റ് മീ. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നെ ഫാനായിട്ട് മാറും. ഇതേപോലെയുള്ള റെസിപ്പീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.